Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഒരു മട്ടൺ ആട്ടോ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അന്നേരം അതും വേണമല്ലോ. ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ മാത്രമായാലും പറ്റിയല്ല, ക്രിസ്മസ് ആഘോഷിക്കണ്ടേ, ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ. ഈ സമയത്ത് ആരും വെജിറ്റേറിയൻ വെച്ചേച്ച് ക്രിസ്മസോ ന്യൂ ഇയറോ ആഘോഷിക്കുന്നത് ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതുവരെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പം നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ഓക്കെ, അല്ലാത്തവരെ ഞാൻ മോസ്റ്റ്ലി അറ്റ്ലീസ്റ്റ് ഒരു ചിക്കൻ കറി എങ്കിലും വെച്ച് കഴിക്കുന്നവരാ കൂടുതലും. അപ്പൊ ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നോൺ വെജിലോട്ടും പിടിക്കാം. ഒരു വെജും ചെയ്ത് ഒരു 18 നോൺ വെജും എന്നല്ലേ പറയാ. ഒരു ഉദ്ദേശം പറഞ്ഞുള്ളൂ, 18 ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്നാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മട്ടൺ ചോപ്സ് ആണ്. മട്ടൺ ചോപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഷ്ണം വേറെയാ, ഈ റിബ്സിൻ്റെ ഭാഗമാണ് നമ്മൾ കൂടുതലും എടുക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ ആലോചിക്കുന്നത് എന്തിനറിയോ, കാശും കൊടുത്ത് വാങ്ങിച്ചേച്ച് ഈ എല്ല് തിന്നുന്നതിനെക്കാട്ടിലും നല്ലത് കഷ്ണം തിന്നുന്നതല്ലേ എന്നല്ലേ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, മട്ടണ് തീരെ വിലയില്ലാത്ത ഒരു മീറ്റ് ആയതുകൊണ്ടും ഞാൻ വിചാരിച്ചു കഴിക്കുന്നത് ഒരു ഇച്ചിരി ഇറച്ചി തന്നെ കഴിക്കാം അല്ലേ. രുചിയെല്ലാം ഒന്നായിരിക്കും, പക്ഷേ മട്ടൺ ചോപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതി ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്യാന്നേ. ഈ പറഞ്ഞ പോലെ എന്നും ഒരുപോലെ അങ്ങ് കഴിച്ചാൽ വ്യത്യാസം വരികയുണ്ട്, അന്നേരം അതൊരു വ്യത്യാസമൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മട്ടൺ ചോപ്സാണ്. കഷ്ണം കണ്ടേച്ച് എന്നെ വഴക്ക് പറയരുത്, ഞാൻ മനഃപൂർവ്വം ഈ കഷ്ണം മേടിച്ചതാ. കാര്യം തിന്നുമ്പോൾ ഇറച്ചി കഴിച്ചാൽ മതി, എല്ല് കഴിക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. പക്ഷെ എല്ല് തിന്നാനും സ്വാദായില്ലെന്ന് പറയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു കിലോ മട്ടൺ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്നാന്നറിയോ, കുറച്ച് പച്ച കപ്പളങ്ങ അരച്ചെടുത്തേക്കുക. ഇതുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ, ഈ കപ്പളങ്ങ ബേസിക്കലി ചിക്കനിലിട്ടാലും മീറ്റിലിട്ടാലും പിന്നെ മട്ടണിലിട്ടാലും ഏതൊരു ഇറച്ചിയിലിട്ടാലും കുറച്ച് സോഫ്റ്റ് ആവാൻ ഭയങ്കര നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വിട്ടേക്കാം. പക്ഷെ ഇട്ടാൽ നല്ലയാ. ഇതെന്നറിയാം, കുറച്ച് ജീരകം പൊടിച്ചതാ, വറുത്ത് പൊടിക്കുക. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഇതിപ്പോൾ ഞാൻ അരച്ചതല്ലെന്ന് കണ്ടാലറിയാം, ഞാൻ മേടിച്ചതാ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്, ഇത് കുരുമുളക് പൊടിച്ചതാണ്. കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇച്ചിരി തൈര്, പുളിയില്ലാത്ത തൈര് തന്നെ വേണേ. പിന്നെ ഉള്ളത് ഇത് കുറച്ച് അയ്മോദകവ, അത് ഇതേപോലെ തന്നെ വറുത്ത് പൊടിച്ചത്, ഒത്തിരി ഇടണ്ട, ശകലം ഇട്ടേച്ചാൽ മതി. ഇനി വേണ്ടി എന്നാന്ന് വെച്ചാൽ, ഇത് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടനേ ഫാറ്റ്, അതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്ന എണ്ണയോ അതിനേക്കാട്ടിലും വലുത് കുറച്ച് നെയ്യിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ നെയ്യും ബട്ടറും ഭയങ്കര നല്ലതാ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയും ഭയങ്കര നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചതാ. ഇത് 1 കിലോ മട്ടണ് സാധാരണഗതിയിൽ ഒരു 4 മീഡിയം സൈസ് ഉള്ളിയാണ് വേണ്ടത്. ഇത് അരച്ച് വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടിയത് ഇത് ഗരം മസാല നമ്മളിവിടെ പൊടിക്കുന്നതാണ്, അതായത് എല്ലാ കൂട്ടും മേടിച്ച് വെച്ച് പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കസൂരി മേത്തി, ഇത് കുറച്ച് ഫ്രഷ് ക്രീം. ഇത്രയും സാധനം വേണ്ടേ. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മട്ടൺ ഇച്ചിരി പെരട്ടി വെക്കണം. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു വിദ്യ ഞാൻ ഈ പറഞ്ഞു തരുന്നത്, ഒത്തിരി പ്രയാസമില്ല. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മട്ടൺ ഒരു പാത്രത്തിലോട്ട് ഇട്ടേച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം പപ്പായ ചേർക്കാം. ജീരകം പൊടിച്ചത് എത്രയാ നമ്മുടെ ആ സ്വാദ്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലെ ഫ്ലേവർ അത്ര ഇഷ്ടപ്പെടുകയല്ല ജീരകം കൂടി കഴിഞ്ഞാൽ. എന്നാലും ഒരു 1/2 ടീസ്പൂൺ ഇട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്, അതൊരു നല്ല വലിയൊരളവിന് കുരുമുളക്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. അയ്മോദകം ഒരു ശകലം മതിയേ, ഒരു 1/2 ടീസ്പൂണോളം മതി. ചിലപ്പോൾ ഒരുപാട് കുത്തലുണ്ടാവും. തൈര് പുളിയില്ലാത്തത് ഒരുവിധം നല്ലതായിട്ട് വേണം. ഇനി വേണ്ടിയത് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വെളിയിൽ നിന്ന് മേടിക്കുന്നതിന് കുറച്ച് കുത്തൽ കൂടുതലാണ്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ 1 കിലോ മട്ടന് 1.5 സ്പൂൺ വീതം ഇടുന്നേ, ടീസ്പൂൺ വീതം ഇടുന്നേ. ഇഞ്ചി 1.5, വെളുത്തുള്ളി 1.5. അപ്പോൾ മൊത്തം ഇതൊരു 3 ടീസ്പൂൺ ഇടണം. അത്രയും വെളിയിൽ നിന്ന് മേടിക്കുന്ന ആയതുകൊണ്ട് അത്ര ഇടണ്ട, 1 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി. ഇതിപ്പോൾ വലിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു ശകലം എടുത്തുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ. ഇതിന് വലിയ സ്പൂണിൽ ഒരു 1/2, ഇത്രയും മതി.
എന്നിട്ട് ഇതിനകത്തോട്ട് എന്തായാലും ഈ ക്രീം മുഴുവൻ ഉപയോഗിക്കാനുള്ളതാ, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ക്രീമും കൂടെ ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് ഒന്ന് കുഴയ്ക്കണം. ഇതിനകത്ത് ഒരു സാധനം മാത്രം ഇട്ടിട്ടില്ല, ഏറ്റവും ഒരു കറിക്ക് സ്വാദ് കൂട്ടുന്ന സാധനമാ ഇച്ചിരി ഉപ്പ്. ഇനി ഇതിനെ നല്ലതായിട്ടൊന്ന് തിരുമിയിട്ട് തലേന്നേ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാ. അതല്ല ഇനിയിപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ എന്നാ ചെയ്യാൻ നോക്കും അല്ലേ. ഇതെല്ലാം തിരുമി വെച്ചതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന ഉപ്പ് ഒട്ടും പോരായിരിക്കും, നല്ല ഉറപ്പാണ് എനിക്ക്. ഇച്ചിരി കൂടെ വേണം, കാര്യം ഇനി നമുക്ക് ആ ഉള്ളിയൊക്കെ ചേരാനുള്ളതാ. എരിവിന് പച്ചമുളക്, കുരുമുളക്, മുളക് പൊടി. ഈ മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടിയാ, അതുകൊണ്ട് അതിന് അത്ര എരിവ് കാണത്തില്ല, നിറവേ കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ എരിവ് അനുസരിച്ച് ചേർത്തോണം. ഇതൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നേ നിൽക്കാൻ എനിക്ക് താല്പര്യം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്, അതനുസരിച്ച് ചേർത്തോണം. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. മട്ടൺ ഒരിക്കലും ഒരു പാനിൽ വേവാനുള്ള സമയം നമുക്കുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഏറ്റവും എളുപ്പം മട്ടൺ വേവാൻ നമ്മൾ കുക്കർ തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിനകത്തുള്ള ചേരുവകളെല്ലാം ചേർക്കണ്ടായോ, അന്നേരം പിന്നെ നമ്മൾ ഇതിനകത്തിട്ടൊന്ന് വഴറ്റി എല്ലാം ആക്കി വെച്ച് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ഇച്ചിരി നെയ്യ് എടുത്തിട്ട്, ഇനിയിപ്പം നെയ്യ് വേണ്ടാന്ന് വിചാരിച്ചോ, എണ്ണ ഒഴിച്ചാലും മതി, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ നെയ്യിൽ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നെയ്യ് ഉപയോഗിക്കാൻ പറയുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളി ഇതിനകത്തോട്ട് ഇടാം. ഒത്തിരി നെയ്യ് ചൂടാവാൻ ഞാൻ സമ്മതിക്കല്ല, കരച്ചു വെച്ചാൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയാണ്. അന്നേരം ഉണ്ടല്ലോ അതിന് വെള്ളമയോ ഉണ്ട്, അന്നേരം നമ്മുടെ ദേഹത്തോട്ട് തെറിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അതിനുള്ള ചാൻസ് നമ്മൾ കൊടുക്കണ്ട. ഇവിടെയാണ് നമുക്ക് ഒരിച്ചിരി നല്ല ക്ഷമ വേണ്ടേ. എന്നാന്നറിയാവോ, ഇതൊന്ന് ബ്രൗൺ ആവണം. ഈ നമ്മുടെ ഉള്ളിയിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി നല്ല ബ്രൗൺ ആയി കഴിയുമ്പോൾ മാത്രമേ ആ ഉള്ളിയിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ ഒക്കത്തുള്ളൂ. ഉള്ളിയൊക്കെ ഒരു ഇച്ചിരി ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഇച്ചിരി വേഗം ഒന്ന് ബ്രൗൺ ആവാനായിട്ട് എന്നാ ചെയ്യേണ്ടത്, ഇച്ചിരി ഉപ്പിട്ടേച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഉപ്പിടുമ്പോൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം നമ്മൾ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. പക്ഷെ എനിക്കൊരു ഇച്ചിരി ധൃതി ഉള്ളതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിടാം. അത്രേ ഉപ്പിന്റെ ഒരു ഇത് കൊണ്ടിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ബ്രൗൺ ആയാലോ അല്ലേ. ഈ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ ആവാനായിട്ട് ആ ഇച്ചിരി ഒരു താമസം. വെള്ളം പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങാവും. പക്ഷെ ഇങ്ങനെ അരച്ച് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് ഉണ്ടാവും. പിന്നെ അരച്ച് ചേർക്കുന്നതിന്റെ ഒരു മൈനസും ഉണ്ട്. എന്നാന്നറിയോ, നല്ലോണം മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ളി മതിരിക്കും. ഇതൊരു ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങിയില്ലേ, അന്നേരത്തേക്ക് ഞാൻ ഒരു ഇച്ചിരി പച്ചമുളക് ഇടുവാണേ. പച്ചമുളക് മീൻസ് ഞാനൊന്ന് അരിഞ്ഞു വെച്ചു കുഞ്ഞു കുഞ്ഞായിട്ട്, അതല്ല ചതച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഏതാണെങ്കിലും പച്ചമുളകും കുരുമുളകുമാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇതൊരു 3-4 ഉണ്ട്, അങ്ങ് ഇട്ടേക്കാം അല്ലെ. ഇത്ര ഇറച്ചിയില്ല, ഇറച്ചിയെ പിടിച്ചു വരുമ്പോൾ അതിന് വേണ്ടിയുള്ള എരിവ് വേണമല്ലോ. വേണ്ടേ, നല്ല മുരിഞ്ഞു വരുന്നുണ്ട്, എന്നാലേ അതിനുള്ളൊരു ടേസ്റ്റ് വരത്തുള്ളൂ, ഇല്ലേല വരികയില്ല. ഈ സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണയോ ഈ പറഞ്ഞ പോലെ നമ്മൾ ചേർത്ത നെയ്യോ, നമ്മൾ ചേർത്ത എന്നാന്ന് വെച്ചാൽ അത് ചേർക്ക് വന്നേല് പെട്ടെന്ന് മുരിഞ്ഞു വരും, അതൊരു കാര്യം. പക്ഷെ നമ്മൾ മട്ടൺ എല്ലാം വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ ഒഴിച്ച എണ്ണ എല്ലാം അങ്ങ് തെളിയും. അതാ ഏറ്റവും വലിയൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രയാസമാണ് അത്. ഇതിപ്പോ വേണ്ട ഈ അറ്റത്തൊക്കെ കുറച്ച് അതിന്റെ അറ്റത്ത് പിടിക്കുന്നുണ്ടേ, അന്നേരത്തേക്ക് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഈ ഈ അറ്റം ഇങ്ങനെ മൊരിഞ്ഞ് ഇങ്ങനെ പിടിച്ചു വരികയല്ലേ, ആ സാധനം കുറച്ചുകൂടി ഇരുന്നങ്ങ് കരിയും. മറ്റേതാണെങ്കിൽ ആ കരിയാത്ത ചൊവയുണ്ടല്ലോ, വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്.
ഇതിനകത്ത് കറിവേപ്പില ഇടുവോ എന്ന് ചോദിച്ചാൽ ചോപ്സിന് സാധാരണ നമ്മൾ ഇടാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഇടാം അല്ലേ, നമുക്ക് എന്നാ നോക്കാലോ ഒന്ന്. കറിവേപ്പില ഇട്ടാൽ എന്നാ കുഴപ്പം. ഇതൊരു ഇച്ചിരി കൂടെ ഒന്ന് മൂത്തോട്ടെ, ഇച്ചിരി ഒരു ക്ഷമയുണ്ടേലേ ഒക്കത്തുള്ളൂ. കണ്ടോ, ഞാൻ ആ വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ ഒഴിച്ച നെയ്യെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒത്തിരി എണ്ണ ഒഴിക്കണ്ട. പക്ഷെ ഒഴിച്ചാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ കറി ആയി കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു പ്രയാസമല്ല, അയ്യോ എന്തോരെ എണ്ണയായി ഒഴിച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മൾ മിക്കവരും ചിലപ്പോൾ അത് ഊറ്റി കളയാറുണ്ട്. ചില സമയം ഞാനും ചെയ്യാറുണ്ട്, ചെയ്തില്ല എന്നൊരിക്കലും കള്ളം പറയുകയില്ല, ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്ര എണ്ണ എന്ത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതിനകത്ത് ഒഴിച്ചേച്ച് പിന്നെ ഊറ്റി കളയേണ്ട കാര്യമുണ്ടോ? ഒരിച്ചിരി ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ നോക്കിക്കോ, ഈ കറി അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ച എത്രയാണോ അത്രയും എണ്ണ തെളിഞ്ഞിരിക്കും. അത് മാത്രമല്ല മട്ടണിനകത്ത് ഫാറ്റ് ഉണ്ട്, ആ കൊഴുപ്പും കൂടെ എന്തായാലും ഇറങ്ങുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് വരും. വേണ്ടേ, ഉള്ളി ഒന്ന് ബ്രൗൺ ആയി. ഇനി ഞാന് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന മട്ടൺ ഇതിനകത്തോട്ട് ഇടുക. ഈ അരപ്പൊട്ടും കളയണ്ട, നല്ല അരപ്പല്ലേ. ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് പെരട്ടി ആ ഉള്ളിയും മട്ടനും പച്ചമുളക് ഇതെല്ലാം ഇതിനകത്തോട്ടൊന്ന് ചേരണം. ഇനി ഇത് നമ്മൾ മട്ടൺ വേവാനാ വെക്കാൻ പോകുന്നേ. അതിന്റെ കൂട്ടത്തിൽ ഇതേണ്ടേ, ഞാൻ ഈ ബാക്കി വന്ന അരപ്പിന്റെ ആ വെള്ളമില്ലേ അതുകൂടെ അങ്ങ് ഒഴിക്കുക. ഇത് മട്ടൺ വെന്ത് വരുമ്പോൾ ഇതൊന്നും അല്ല ഇതിന്റെ നിറമൊക്കെ വരുന്നത്, നല്ല ഡാർക്ക് കളർ ആയിരിക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗരം മസാല പൊടിയാണ്. മതി, ഒരുപാട് വേണ്ട, ഒരു ഇച്ചിരി. കുറച്ചൊരു ഡിഫറെന്റ് ടേസ്റ്റ്, അത്രേ ഉള്ളൂ. അല്ല നമ്മുടെ തനി നാടൻ മട്ടൺ ചോപ്സ് പോലെ അല്ല ഞാൻ ചെയ്തേക്കുന്നത്, കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്തേ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ പാനിനകത്ത് വെച്ച് എന്തായാലും മട്ടൺ വേവാൻ ഒക്കത്തില്ല, കുറേ സമയം എടുക്കും. ആവുകയും ചോദിച്ചൊക്കെ ആവും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടുപ്പ് ഇട്ടുണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇറച്ചിയും മീനും ഒക്കെ എപ്പോഴും അടുപ്പി വെക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. ഞാൻ മട്ടൺ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചു, നല്ലതായിട്ട് വേവിച്ചു. കാരണം ഇതിനകത്ത് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഒരു 6-7 വിസിൽ നല്ലോണം എടുത്തു. അതായത് സമയം എടുത്തേക്കുന്നത്, അല്ല ധൃതി പിടിച്ചിട്ട് പടപടപടാ വിസിൽ എടുക്കുകയല്ല ചെയ്തത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും വേവുകയല്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്തു. പിന്നെ കുറച്ച് നേരം ഞാൻ തിരിച്ച് ഈ ചീനച്ചട്ടിയിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടേച്ച് അതിനെ ഒന്ന് എണ്ണ തെളിയാൻ നമ്മൾ വെക്കണമല്ലോ, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ നല്ല എണ്ണ നമ്മൾ ഒഴിച്ചത് തെളിഞ്ഞു വരണം, അതാണ് അതിന്റെ ഒരു പരുവം. ഇനി മട്ടൺ ചോപ്സ് ബേസിക്കലി കുറച്ച് ഗ്രേവി ഉണ്ട്, ഒരു തിക്ക് ഗ്രേവിയാ. ഇതിപ്പം ഒത്തിരി വലിയ ഗ്രേവി അല്ല, എന്ന ഗ്രേവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രേവി ഉണ്ട് താനും. ഇനിയിപ്പൊ ഇത് ഇച്ചിരി കൂടെ ഒന്ന് മൊരിച്ച് വറ്റിച്ചൊക്കെ എടുക്കുവാന്നേലും നല്ല ടേസ്റ്റാണ്. അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര വേണം എന്നുള്ളത്. ഇത് തുറക്കുമ്പോൾ ഇച്ചിരി പാടെന്നാന്നറിയാം, ഇത് തിളച്ചുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മുടെ മേത്തോട്ടൊക്കെ അത് തെറിക്കും. അതുകൊണ്ട് ഇച്ചിരി തീ ഒന്ന് കുറച്ചേച്ച് നമുക്ക് തുറക്കാവേ. ഓക്കെ, നമ്മള് ഒഴിച്ച എണ്ണ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഇപ്പൊ തെളിഞ്ഞു വരുക. രണ്ട് ഇതൊരു തിക്ക് ഗ്രേവിയാ ഇപ്പൊ ഉള്ളത്. ഇനിയിപ്പോ നമുക്കൊരു ഇച്ചിരും കൂടി ഒന്ന് എന്താ പറയാ മൂക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടച്ചിട്ടേച്ച് കുറച്ചു നേരവും കൂടെ ഒന്ന് വറ്റിക്കുക വെള്ളം. അന്നേരത്തേക്ക് നമ്മൾ ചേർത്ത എണ്ണ അതെല്ലാം തെളിഞ്ഞു വരും. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ചൊരു കസൂരി മേത്തി ഇടുക, ഒരു ശകലം എടുത്തോളൂ, ഒരുപാട് ഇടുകയില്ല. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് മലയാളികൾ ഒരു മട്ടൺ ചോപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ എന്നാ ഫ്യൂഷനാന്ന് പറഞ്ഞാലും എന്നാക്കെ നമ്മൾ എക്സ്ട്രാ ചേർത്തെന്ന് പറഞ്ഞാലും എനിക്കൊരു ഇച്ചിരി കറിവേപ്പില ഇട്ടില്ലെങ്കിൽ ഒരു മനപ്രയാസം. ഒരുപാട് ഇടുന്നില്ല, ഒരു ഇച്ചിരി. പിന്നെ ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും ഈ കസൂരി മേത്തി ചേർക്കുന്നിടത്ത് ആരെങ്കിലും കറിവേപ്പില ഇടുവോ എന്ന് ചോദിക്കും. ഞാനിടും, കാര്യം കറിവേപ്പില ഒരു വീക്ക്നെസ്. അതിടുമ്പോൾ ഉണ്ടല്ലോ കറിക്ക് ഒരു പ്രത്യേക മണവും അതിനുള്ളൊരു രുചിയും പ്രത്യേകം വരും. ഇനി എനിക്കിത്
ഒരു ഇച്ചിരും കൂടി വറ്റുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒഴിച്ചത് ഇപ്പൊ തന്നെ കണ്ടോ, അതിനകത്ത് എണ്ണ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. ആ എണ്ണ കുറച്ചുകൂടെ ഒന്ന് തെളിഞ്ഞ് ഈ കറി കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആയി കിട്ടും. ഇനിയിപ്പോൾ ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ല കുറച്ചുകൂടെ ബ്രൗൺ ആക്കി മൊരിച്ച് നല്ല കട്ടി ഗ്രേവി ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ആളിൻ്റെ എണ്ണം പോലെ നമ്മളത് അങ്ങനെ നീട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തേച്ചാൽ മതി. ഇനി ഇതിനകത്ത് പണിയൊന്നുമില്ല. ഇത് നാണ്, റോട്ടി, ബറോട്ട, അപ്പം, ചപ്പാത്തി, ഏതിൻ്റെ കൂടെയും ഈ പറഞ്ഞ പോലെ ഒരു ചോറിൻ്റെ കൂടെ പോലെ ആണെങ്കിൽ പോലും ഈ കറി ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇന്ന് കുറച്ച് മട്ടൺ ആയതുകൊണ്ട് അടുക്കളയുടെ പണി കുറച്ച് കൂടും, വൃത്തിയാക്കൽ കുറച്ച് കൂടും. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നു, വേഗം വൃത്തിയാക്കാൻ പോവാ. കാര്യം ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പരിചയം എൻ്റെ പ്രേക്ഷകർക്ക് വേറെ ആരുമല്ല, ബാലെ ആണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എന്നെക്കാട്ടിലും വിശേഷം എൻ്റെ പ്രേക്ഷകർക്ക് നല്ലോണം അറിയാം. പക്ഷെ എന്നാലും നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയാ, ഭയങ്കര വാം വെൽക്കം കൊടുക്കണം. നമസ്തേ, ഹാർട്ടി വെൽക്കം. ശരിക്കും എന്റെ ഷോയിൽ ബാല വന്നതിൽ ഐ എം സോ ഹാപ്പി. ഫസ്റ്റ് ടൈം എന്റെ ഷോയിൽ ഫസ്റ്റ് ടൈം വരുന്നു. അതും മാത്രമല്ല, ബാലനെ ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്യുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് എനിക്കില്ല. കാര്യം എന്താന്ന് വെച്ചാൽ എപ്പോഴും ലൈവാ ബാല അല്ലെ. അപ്പൊ പിന്നെ എല്ലാവർക്കും എന്താ പറയാ, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ, ഒരു പാർട്ട് ഓഫ് ദ ഫാമിലി മെമ്പർ അങ്ങനെ ആയി. എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ബാലയുടെ വിശേഷം എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്കറിയേണ്ട എന്താ അറിയാം, അതൊന്നും എനിക്കറിയണ്ട. എനിക്കറിയേണ്ട എന്നാന്നറിയാവോ, യുവർ ബാക്ക്ഗ്രൗണ്ട്. ദാറ്റ് ഈസ് അപ്പ ഈസ് എ ഗുഡ് പ്രൊഡ്യൂസർ, ചേട്ടൻ ഈസ് എ എന്താ പറയാ ഭയങ്കര ഹിറ്റ് ഡയറക്ടർ. അപ്പം ബാല ശരിക്കും യു ഹാവ് ടു ഭയങ്കര ലൈവായിട്ട് നിൽക്കേണ്ട തമിഴ്, തെലുങ്കു അങ്ങനെ പറഞ്ഞിട്ടാ. പക്ഷെ ബാല കംപ്ലീറ്റ്ലി ലൈവ് ഇൻ മലയാളം. അതെങ്ങനെ സാധിച്ചു? ഇല്ല, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അതൊരു കർമ്മ കൂടെ നമുക്ക് പറയാം. കർമ്മ എന്റെ ഗ്രാൻഡ് ഫാദർ പേര് നിങ്ങൾ മെൻഷൻ ചെയ്തില്ല, AK വേലനാണ്. ഈ മലയാളം നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹിസ്റ്ററി മേക്കിംഗ് ആക്ടർ പ്രേം നസീർ സാർ. നസീർ സാർ ഫസ്റ്റ് ഫിലിം എൻ ഗ്രാൻഡ് ഫാദറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നസീർ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നോട് ഗ്രാൻഡ് ഫാദർ. മേ ബി ആ കർമ്മ ആയിരിക്കാം ഞാൻ മലയാളത്തിലെ ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നല്ല ഡയറക്ടേഴ്സ് ഒക്കെ എന്നെ മുമ്പോട്ട് കൊണ്ടുവന്ന്. എന്തിനാ നിങ്ങളുടെ ഹസ്ബൻഡ് ശരിക്കും ഏട്ടൻ പറയാൻ ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയാറുണ്ട് എപ്പോഴും. ഞങ്ങൾക്ക് ഭയങ്കര രസകരമായിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒരാഴ്ച എന്റെ അടുത്ത് മിണ്ടിയില്ല. അതുണ്ട് കേട്ടോ, എന്റെ ഏട്ടനുണ്ട്. ഡേറ്റിന്റെ പ്രശ്നമാണ്. അവ പിണങ്ങിപ്പോയി. അപ്പൊ ഒരു ഫൈറ്റ് സീൻ നടക്കുമായിരുന്നു. അപ്പൊ ഫൈറ്റ് സീനിൽ ഒരു റിസ്ക് ആയിട്ടൊന്ന് ചെയ്തു. അപ്പൊ നേരെ വന്ന് വെരി ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു ഇത്ര ചാട വേണം. കറക്റ്റ് ഏട്ടാ, ബാല പറയുന്ന ഭയങ്കര സത്യ. പക്ഷെ ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ളവരോടാണ് ഏട്ടാ അത് ചെയ്യുക. എനിക്ക് ചേട്ടന് പിണങ്ങുമ്പോ ഒരു പിണക്കത്തെ പോലെ തോന്നാത് ഇല്ലല്ലേ. എനിക്ക് ഭയങ്കര എന്റർടൈൻമെന്റ്. ഞാൻ അതെന്നും പറയാം. എന്റെ അടുത്ത് പറഞ്ഞു ചോദിക്കണം കേട്ടോ, പോകുമ്പോ എടാ മോനെന്നാണ് വിളിക്കുന്നത്. മോനെ ഞാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ നീ അപ്സെറ്റ് ആവുന്നില്ല. അതപ്പൊ ഏട്ടന്റെ ഒരു നമ്പർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ മലയാളത്തിലേക്ക് ഫസ്റ്റ് എനിക്ക് ഒന്ന് തമിഴ് മൂവി അല്ലേ ബാല ചെയ്ത? ഞാൻ ഫസ്റ്റ് ചെയ്തത് തെലുങ്ക് പടം. തെലുങ്ക്. ഓക്കെ, ഫസ്റ്റ് പടം പേര് ടു മച്ച്. നല്ല പേര് കേട്ടോ. അത് കഴിഞ്ഞ് അൻപ്, കാതൽ കേസ്. അൻപ്, കാതൽ കേസ് രണ്ട് പടമേ സൂപ്പർ ഹിറ്റ്. പിന്നെ അമ്മ അപ്പ ചെല്ലം ആവറേജ് ആണ്. പിന്നെ കലിംഗാൻ ഒരു പടം ചെയ്തു. அந்த டைப்ல தான் கலபம். ஓகே, ഇവിടെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ആയി. കലബം வந்து அந்த ப்ரொடியூசர் நோ மோர். அவருக்கு ആദ്യം ഡേറ്റ് കൊടുത്തത് പൃഥ്വിരാജ്. അപ്പൊ പൃഥ്വിരാജ് ഒരു ഇങ്ങ പടം ചെയ്യാ ഒരു ചിന്ന ഒരു ബ്രേക്ക് വന്നിരുന്നത് മലയാളത്തിൽ ഏതോ ഒരു പ്രോബ്ലം. അപ്പൊ ഹി വെന്റ് ടു തമിഴ് മൂവി. அந்த തമിഴ് മൂവി ഞാൻ ചെയ്യേണ്ടതാ. அப்படியே എക്സ്ചേഞ്ച് ആയിடுச்சு. നിങ്ങൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാഗ്യരാജ് സാറുடைய മോൾ നായികയായിട്ട് വെച്ച് ചെയ്തിരുന്നു. അപ്പൊ ഫോർ സർട്ടൻ റീസൺസ് ഞാൻ അത് ചെയ്തില്ല. അപ്പൊ പൃഥ്വി അവിടെ ചെന്നു, ഞാൻ ഇങ്ങോട്ടും വന്നു. ഓക്കെ, ബട്ട് എനിക്കൊന്നു ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാല് മലയാളികൾ ബാലനെ അങ്ങ് ഏറ്റെടുത്തു അല്ലെ. ഭയങ്കര ഫാൻസ്. ഈ പറഞ്ഞാൽ അമ്മമാര് പോലും മോനെ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കാൻ തുടങ്ങി. മോൻ 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 എന്നുള്ള ഭയങ്കര ഒരു ഇഷ്ടം ബാലയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നു. ദാറ്റ്സ് പ്രിറ്റി ഗുഡ് അല്ലേ ആസ് എൻ ആക്ടർ? വെനെവർ ഐ മിസ് മൈ ഫാമിലി, ഞാൻ എന്റെ നാട് വിട്ടു, എൻ്റെ ഭാഷയെ വിട്ടു, എൻ്റെ ഫ്രണ്ട്സെ വിട്ടു, എൻ്റെ മൊഴി എല്ലാം വിട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഐ ഓൾവേസ് ഫെൽറ്റ് ദേ ആർ മൈ ഫാമിലി. എപ്പോഴും ബാലയുടെ കൂടെ നിൽക്കുന്ന എനിക്കൊരു സങ്കടം മനസ്സിൽ വരുന്ന മുമ്പേ ഇവിടെ വന്ന് എൻ്റെ ഡോറിൽ വന്ന് എൻ്റെ വാതിക്ക് വന്ന് നിൽക്കും. അല്ലെങ്കിൽ അത് ഒരു മിറാക്കിളാണ്.
സത്യം. ഞാൻ ആരടുത്തും എനിക്ക് എന്തോ ഒരു സ്ട്രെസ്സാണ്, എനിക്ക് വേദനയാണ്, ഇല്ല എന്തെങ്കിലും ഷൂട്ടിങ്ങിൽ ആക്സിഡന്റ് ഒന്നും പറയണ്ട. അവർ തന്നെ ചോദിക്കും എങ്ങനെയുണ്ട്, എന്താ പ്രശ്നം, എന്താ അത് ഒരു കൺസേൺ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അത് ഒരുപാട് നന്ദിയുണ്ട്. നെഗറ്റീവ്സ് പറയുന്നവരൊക്കെ എന്നെ എല്ലാവരും പറയില്ല, വരുത്തൻ എന്നൊക്കെ പറയും. ഇപ്പൊ വരുത്തൻ എന്നാൽ പറഞ്ഞാലും എന്നാ ഞങ്ങളുടെ കൊച്ചായിട്ട് ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചില്ലേ. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്നാന്നറിയോ പറയുന്നേ, കുശുമ്പുള്ളോണ്ടാ. പറയട്ടത്, അവർക്ക് കിട്ടാത്ത ഒരു പ്രയോറിറ്റി നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നല്ലതല്ലേ. നമ്മൾ ആ സമയം വി എൻജോയ് അവർ സെൽഫ്, അല്ല അതിൽ കൂടുതൽ ഒന്നുമില്ല. ഇല്ലേ, അതിന്റെ അർത്ഥം പോലും എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. അപ്പൊ ഞാൻ എന്ത് കൺസേൺ, അപ്പൊ പിന്നെ അവര് സന്തോഷിക്കട്ടെ പറഞ്ഞിട്ട്. ഈ പകുതി നെഗറ്റീവ് കമന്റ്സ് ഒന്നും മലയാളം എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ബാല ഈ പറഞ്ഞ പോലെ ഒരു ആക്ടറായി, അപ്പൊ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബേസിക്കലി ഫിലിമിലുള്ളതാണ്. ഓക്കെ, അതല്ലാതെ വാട്ട് വാസ് യുവർ എയിം ടു ബിക്കം സമവൺ? ബിക്കോസ് കുഞ്ഞില് നാൾ മുതലേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വന്നോണ്ടാന്നോ? ഇല്ല, ഞാൻ ജനിച്ചത് എന്റെ സ്റ്റുഡിയോയിലാണ്. ഞാൻ ഹോസ്പിറ്റലല്ല ജനിച്ചത്. എന്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അരുണാചലം സ്റ്റുഡിയോസ്. ഇപ്പൊ അതിന്റെ ഓണർ ഞാനാണ്. So my grandfather is no more, my father is no more. So next I am the owner of Arunachalam Studios. அப்போ அங்கே வந்து അവിടെ നോക്കിയാൽ அந்த காலகட்டத்தில் നിങ്ങൾക്ക് മലയാളത്തിൽ பாம்பேலும் சரி வெரி ஃபியூ கர்நாடகா தெலுங்குல வந்து அங்கே ஸ்டுடியோஸ் இல்லை. ഷൂട്ടിങ്ങിന് ചെന്നൈ അരുണാചലം സ്റ്റുഡിയോസ്. സോ അവിടെ അങ്ങനെ ആ ഭൂമിയിൽ ഞാൻ ജനിച്ചതാണ്. ഓ അത് ശരി. അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. വി ഹാഡ് ഓൺ പ്രസ്. കുഞ്ഞുനാള് മുതലേ ഇപ്പം വലുതാകുമ്പോ എനിക്ക് ഡോക്ടർ ആവണം അല്ല എഞ്ചിനീയർ ആവണം അങ്ങനെയൊന്നും? ഞാൻ ഭയങ്കര സ്റ്റുഡിയോസിന് ജസ്റ്റ് മുമ്പത്തെ ദിവസം പഠിക്കും. എന്നിട്ട് ഇല്ല, മുമ്പത്തെ ദിവസം മാത്രം കടന്ന് പഠിച്ചിട്ട് നെക്സ്റ്റ് ഡേ പോയിട്ട് ഫുള്ളാ പറഞ്ഞിട്ട് വരും. ബട്ട് ഉറപ്പായിട്ട് 80 90 മാർക്സ് എടുത്തിരിക്കും. അതെന്താ ബാല ട്രിക്ക്? അങ്ങനല്ല ഞാൻ മലയാളം പഠിച്ചത്. ആ ട്രിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൊച്ചു നല്ല എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. ഭയങ്കര ബുദ്ധിയായിരിക്കും ചില കാര്യങ്ങൾ. അന്ന് പഠിച്ച കെമിസ്ട്രി, നിങ്ങൾ പഠിച്ച കെമിസ്ട്രി ഇപ്പൊ ഓർമ്മ ഉണ്ടാവോ? ഒന്നുമില്ല, പക്ഷെ കറക്റ്റായിട്ട് എഴുതും. ഞാൻ കൃത്യമായിട്ട് എഴുതും. ബുദ്ധി ഉള്ളോണ്ടായിരിക്കും. 10 പേജ് ഇപ്പൊ ഡയലോഗ് അത് കണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബാല ശരിക്കും ബുദ്ധി ഉള്ളോണ്ടോ? അതൊന്നും ബുദ്ധിക്കും ബന്ധമില്ല. അയ്യോട്ട് കാര്യം എന്താ പറയാ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വിചാരിക്കും തമിഴ് മൂവിലെ രജനീകാന്ത് ബുദ്ധിയുള്ളവര് അത് പഠിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുക. അതല്ല, അത് പഠിക്കുക, എഴുതുക. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞ്, അച്ഛനൊക്കെ അസ്ട്രോളജി ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ അന്നത്തെ കാലഘട്ടത്ത് ഡോക്ടർ സീറ്റുക്ക് ഈക്വൽ ആയിരുന്നു IT, ഇൻഫർമേഷൻ ടെക്നോളജി, എഞ്ചിനീയറിംഗ്. വീട്ടിലൊക്കെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മോനക്ക് എഞ്ചിനീയറിംഗ് കിട്ടും, ഭയങ്കര ബഹുമാനം. എനിക്ക് മെറിറ്റില് കിട്ടി. അപ്പൊ എന്താ വെച്ചാൽ കോളേജിലും പോയി ജോയിൻ ചെയ്തു. 1 വീക്ക് నాకు ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അച്ഛൻ വിളിച്ചു, ഇല്ലപ്പാ എനിക്ക് എന്നോ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, യു ആർ എൻ ആക്ടർ, അത് പഠിക്കിറിയാ? Yes. Stop it. This decision, ஆமா, എന്റെ ലൈഫിൽ എൻ ഫാദർ പറഞ്ഞത് എന്റെ ഫാദറും പറഞ്ഞിട്ടാവാൻ എനിക്കറിയില്ല. ഒരു ഫാദറും പറഞ്ഞിട്ടില്ല. എനിക്കത് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. And he made me physical workout 5.5 hours daily. Dance, fight, kickboxing, acting. മദൻ ഗാബ്രിയൽ പറയാൽ വീട്ടിലേക്ക് സ്റ്റുഡിയോയിൽ വന്ന് എന്നെ പഠിപ്പിച്ചു കൊടുക്കും. ശരിക്കും ഞാനിപ്പോ ബാലയോട് പറഞ്ഞ പോലെ പവർ ലിഫ്റ്റിംഗിൽ പോയി ജയിച്ചു. അതൊക്കെ അച്ഛനക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഇത് എല്ലാം വന്ന് സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് പോയി തമിഴ്നാട്ടില് 17 ഇയേഴ്സിൽ 17 വയസ്സിൽ പ്ലേസ് ചെയ്തത് ഞാനാ. പക്ഷെ അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ ഭയങ്കര ഇതാ, ആക്ടർ ഫ്ലെക്സിബിൾ ആയിരിക്കണം, മറ്റേ സ്റ്റിഫ് ആവും. പിന്നെ മാർഷൽ ആർട്സ്, ആക്ടിങ്, അങ്ങനെയാണ് ഞാൻ വന്നത്. ബ്രദറും എന്റെ ഓൺ ബ്രദറും സിനിമ തന്നെയാണ്. நம்ம வீட்டுல അച്ഛൻ എൻ ബ്രദർ നാങ്ക സംസാരമേ സിനിമ കുറിച്ചും അങ്ങനല്ലേ ബ്ലഡിൽ വന്നിരുന്നു. എനിവേ സോ ഹാപ്പി വി ഗോട്ട് എന്താ പറയാ നല്ലൊരു ആക്ടറിനെ നമുക്ക് മലയാളികൾക്ക് കിട്ടി. ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി മാറി. സോ ഹാപ്പി. പിന്നെ യു വർക്ക് വിത്ത് വിജയ് അല്ലെ? അജിത് സാർ കൂടെ, രജനീകാന്ത് സാർ. ഇതിന്റെയൊക്കെ എക്സ്പീരിയൻസ് ഫുഡ് പാർത്തപ്പോ ഫുഡ് പാർக்கலாம் പ്ലീസ്. അത് ഫ്രഷ്. പക്ഷേ ഞാൻ കുക്ക് ചെയ്യും, ഐ നോ ദാറ്റ്. പക്ഷെ എന്നെ ഇന്ന് വഴക്ക് പറയരുത്.
ഞാനൊരു എന്താ പറയാ ഒരു ക്ഷമ ചോദിക്കാം. എന്താന്നറിയാവോ, യു ആസ്ക്ഡ് ഫോർ മട്ടൺ ചുക്ക അല്ലേ, ബട്ട് ഐ മേഡ് മട്ടൺ ചോപ്സ്, നോട്ട് ഇൻ എ ട്രഡീഷണൽ വേ. ദാറ്റ്സ് എ ലിറ്റിൽ ട്വിസ്റ്റ് ഇൻ ദാറ്റ്. ഞാൻ വിചാരിച്ചു ചുക്ക പറഞ്ഞിട്ട് ചോപ്സ് ഉണ്ടാക്കി കൊടുത്ത് ബാലയുടെ ഇട്ടി വാങ്ങിച്ചിട്ട് പോകും. ഞാൻ സെർവ് ചെയ്തട്ടെ. വേണ്ട വേണ്ട, ഐ എം നോട്ട് ഗോയിങ് ടു സെർവ് ദിസ്. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാ ഇഷ്ടം. ബാല കഴിച്ചില്ലേ, അതാ ഫ്രീഡം. ஒரே ஒரு பீஸ் வைங்களேன், அதுக்கு ஒரு மீனிங் சொல்றேன். ஐயா இப்ப കഴിച്ച പോലെ കഴിക്കുന്ന കാണാൻ ഭയങ്കര രസം. ஓகே நான் சொல்றேன். தமிழ்ல ஒரு வாக்கு இருக்கு, നമ്മളെ എടുത്ത് കഴിച്ചാൽ ആയുസ് കുറയും, നമുക്ക് വിളമ്പി കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ആയുസ് കൊടുക്കും. ഇങ്ങോട്ട് പ്രേക്ഷകർ എല്ലാരും കേട്ടോ, തന്നെ വിളമ്പരുത്, ആരെങ്കിലും ഒക്കെ വിളമ്പി കഴിപ്പിക്കുന്ന നല്ലതേ. ഒന്നുമില്ല, അടുത്ത ആള് നമുക്ക് വിളമ്പി തന്നല്ല. പക്ഷെ ഹാപ്പി, എനിക്ക് വിളമ്പി കൊടുത്ത് നിറവോടുകൂടി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടാ. പ്രത്യേകിച്ച് ബാല ഇസ് സോ ഫുഡി, ഭയങ്കര ഇഷ്ടാ ഫുഡിനോട്, നല്ലോണം കുക്ക് ചെയ്യും. ബാല ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ നോക്കി സർട്ടിഫിക്കറ്റ് തരും. സത്യമായി നല്ലയാ. First I should say sorry because ചോദിച്ചത് ചുക്ക, gave mutton chops. Chops இந்த இன்டர்வியூ കഴിച്ചിട്ട് കഴിക്കാം. ഒന്ന് കഴിക്കണില്ല, സംസാരിക്കണം. അപ്പൊ സംസാരിച്ചിട്ട് മനസമാധാനമായിട്ട് കഴിക്കാം. സൂപ്പർ, താങ്ക് യു. അജിത് സാർ ഇവിടെ അഭിനയം വീരം എന്നാണ്, എന്റെ ബ്രദറാണ് ഡയറക്ട് ചെയ്യുന്നത്. ബ്രദർ അറിയാലോ ഡയറക്ടർ. ഞങ്ങൾ ഷൂട്ടിങ്ങിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ബിരിയാണി ഫസ്റ്റ് വയ്ക്കുന്നുണ്ട്. സത്യം നെറ്റിപ്പോയി ഞാൻ. വാങ്ങ പോലെ വാങ്ങ, എന്നോട് എന്താണെന്നറിയില്ല, ഒരു പേഴ്സണലാ ഭയങ്കര അറ്റാച്ച്മെന്റ്. എനിക്ക് അജിത് സാറും ഭയങ്കര ഇഷ്ടം, അവർ ചെയ്യുന്ന ബിരിയാണിയും ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും. അപ്പൊ എനിക്ക് പഠിപ്പിച്ചു കൊടുത്തു. പുള്ളി ഇങ്ങനെ ഇരിക്കും. ഞാൻ അങ്ങനെ ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സംടൈംസ് ചില ആക്ടേഴ്സ് വന്ന് നേരത്തെ വന്ന് വെയിറ്റ് ചെയ്താൽ ദേഷ്യപ്പെടും. പുള്ളി നേരത്തെ വരും, ബോർ അടിച്ചാൽ കുക്കിംഗ് ചെയ്യും. അല്ല ഇപ്പൊ കാരവാനിക്ക് ഒരു ദിവസം കിടന്നു പോകാൻ ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. നോക്കണ റോട്ടിൽ அப்படியே உட்காந்துட்டு ஒரு ദിവസം நடந்த ஒரு சத்தியம். அந்த டைம்ல ஐ வாஸ் எ ஸ்மோக்கர். அப்போ நான் வந்து அப்படியே ஒரு சேர் போட்டு இப்படி உட்காந்து இப்படி தம் அடிச்சிட்டு இருக்கேன். அப்போ வித்தார்த்த ஆக்டர் என் அடுத்திருந்தான். புள்ளி எழுந்து இങ്ങനെ ഫോൺ സംസാരിച്ചിട്ട് പോയി. நான் இப்படி பார்த்து இப்படி இப்படி ஃபீல் பண்ணிட்டு இருக்கேன். கை வந்து இங்க பட்டு, எடா டேய் என்ன யோசிக்கிறீங்க? அப்புறம் வாய் சொல்ல, நான் என்ன சொல்றேன், நம்ம என்ன ஒரு வாழ்க்கையில இன்னொரு 5 வருஷத்துக்கு ஒரு என்ன இதெல்லாம் யோசிக்காம இந்த நாள் எவ்வளோ பியூட்டிஃபுல்லா இருக்குல்ல. ஆமாம் பாலா, உங்களை எனக்கு பார்த்தா அஜித் சார் பக்கத்துல சொல்றாரு. இல்ல இல்ல சார் 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 சார், ஏய் அந்த சிகரெட்டை நீ ஃபுல்லா முடிக்கணும், நீ முடிக்கணும். பிகாஸ் பாலா, the moment you start enjoying each and every moment of your life and you are grateful to God, you think everything is precious to you, that is the biggest honor that you are doing. Complaints இல்ல. I have never ever complained. எனக்கு என்ன കഷ്ടമാണ് ദൈവത്തോട് കംപ്ലൈന്റ് பண்ண മാட்டேன். രാജസ്ഥാനെ കണ്ടോണ്ട് இன்னொரு കാര്യം കൂടെ പറയാം. This is about life. ഫാൻസുകാർ പറയും അവർ തമ്മിൽ അടിയുണ്ട്, അജിത്ത് വിജയ് ഫാൻസ്. You will not believe, തൊട്ടടുത്ത് വിജയ് സാറുடைய ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്രേക്ക് ആയി പോയി. അജിത് സാർക്ക് ഈവനിങ് ഷൂട്ടിംഗ് ഇല്ല. He can go and rest. ஏன்னா ஆக்சிடென்ட் ஆயிருக்கு, நிறைய மூட்டு வேதனை இருக்கு பிகாஸ் ஆஃப் த ஆக்சிடென்ட். யூ நோ வாட் ஹி டிட்? ஒரு 150 பேருக்கு പുള്ളി വിജയ് സാർ ലൊക്കേഷനിൽ പോയി ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് സർട്ടൻ ഇപ്പം ഇപ്പൊ ഇന്റർവ്യൂസിലെല്ലാം വരുന്നത്, നമ്മ വീട്ടിൽ വന്നാലും സൺഡേ there will be immense people can come and eat and go. ഇന്നതിനല്ല എന്റെ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും വരാം, സൺഡേ മാത്രം. പക്ഷെ അതൊക്കെ നല്ലൊരു കാര്യല്ലേ. അതൊക്കെ നമ്മളൊക്കെ കുറേ ഒത്തിരി ഒന്നും പറ്റിയില്ലെങ്കിലും 5 പേർക്കെങ്കിലും കൊടുക്കാൻ അങ്ങനെ സാധിക്കണം. അളവില്ല, ആർക്ക് വേണമെങ്കിലും വരാം, മതമില്ല, കാസ്റ്റ് ഇല്ല, സ്നേഹത്തോടെ വന്ന് കഴിക്കുക, ഒരു കംപ്ലൈന്റും പറയാതെ സന്തോഷമാ പോവാ. സത്യം, ദാറ്റ്സ് എ ഗുഡ് മൈൻഡ്. നല്ല രസം. അതൊക്കെ നല്ല സാധനങ്ങളാണ്. നമുക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി ഒന്നുമല്ല, കുറച്ച് ഇതൊക്കെ ചെയ്ത് നമുക്ക് ശീലിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പാലക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ചിക്കൻ. ചിക്കൻ. ചിക്കന്റെ വെറൈറ്റി മീൻ ഫ്രൈ ആണോ, ഡ്രൈ ആണോ, ഗ്രേവി ആണോ? നല്ലോണം കുക്ക് ചെയ്യും. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് ഇൻ കുക്കിംഗ്? ബിരിയാണി ആണോ? ബിരിയാണി ബിരിയാണി ചെയ്യും. ബാക്കി നോൺ വെജ് ഐറ്റംസ് എല്ലാം ചെയ്യും. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് ഇഷ്ടായോ?
കേരള ബേസ്ഡ് ഫുഡ്? എനിക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട്. ആ, ഇവിടുത്തെ ഏതാ ഇഷ്ടപ്പെട്ട കേരളത്തില്? നീ ഒരു നാൾ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്ന് നോക്ക്. ഞങ്ങളെ വിളിക്കുന്നില്ലല്ലോ അല്ലേ? എന്റെ വീട്ടില് വരുമ്പോ ആ, அந்த சண்டேயே இவ்வளவு க்ரௌடு வர்றது ரீசன்னா பிரியாணிக்கு வேண்டி அல்ல. പിന്നെ அது കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു രസം കൊടുക്കും. രസം. രസം അത് കഴിക്കാൻ വേണ്ടി മാത്രം. ഇത് ചോറിലിട്ടാ രസം കഴിക്കുന്നത്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കുടിക്കും ആളുകൾ. അത് അങ്ങനത്തെ സ്റ്റൈല. ബട്ട് സ്റ്റിൽ ഞങ്ങളും കൂടെ അറിയട്ടെ. அந்த மல்லிப்பூ எல்லாம் போட்டு நிறைய மிக்ஸ் பண்ணி. അറിയോ ആ രസം ഉണ്ടാക്കാൻ? எனக்கு நான் தான் சொன்னேனே, எனக்கு வந்து நான்வெஜ் ஐட்டம்ஸ் ചെയ്യാൻ കൃത്യമായിട്ട് അറിയാം. இந்த மாதிரி மார்னிங்ல இந்த சாம்பார், இட்லி, சட்னி, രസം അറിയില്ല. ഈ രസം ആരാ ചെയ്യാൻ പോടെ? ഉണ്ട്. കൊണ്ടോ? எனக்கு ഡയറ്റീഷ്യൻ ഉണ്ട്, എൻ ബന്ധമുണ്ട്. സോ ഓക്കെ. അപ്പൊ പിന്നെ എന്തായാലും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് രസത്തിന്റെ സീക്രട്ട് ഞങ്ങൾക്കൂടെ പറഞ്ഞു കേട്ടോ. ഞങ്ങള് മലയാളികൾ ഉണ്ടാക്കണ്ടേ? അത്ര ടേസ്റ്റ് ആയിട്ട് കുടിക്കുമ്പോ നമുക്കറിയണ്ടേ അത്രയും നല്ല രസം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. പറഞ്ഞു തരണം. ഈ ഏറ്റവും വലിയ ഒരു സീക്രട്ട് എന്താണെന്നറിയോ? ഒരു വീട്ടിലുള്ള ഗ്രഹനാഥനക്ക് എത്ര പ്രശ്നം വന്നാലും സ്നേഹത്തോടെ ഒരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, ഭാര്യയാവോ അമ്മാവോ അനിയത്തിയോ ആരെങ്കിലും അത് വിളമ്പി കൊടുത്ത് അവന്റെ മൂന്ന് നേരം രുചിയോടെ അവൻ ഭക്ഷണം കഴിച്ചാൽ ഇന്ന് ലോകത്തിലെ അവന്റെ രാജ. സത്യം. ഇതെന്റെ അമ്മയും പറയും. അതിൽ കാര്യമില്ല, സത്യ ബാല പറയുന്ന കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ കയറി കുറച്ചെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഇത് വന്ന് ഒരു ആണുക്ക് വിധിച്ചത് പെണ്ണുക്ക് വിധിച്ചത് അങ്ങനൊന്നുമില്ല. മേക്കിംഗ് ഫുഡ് ഇസ് എ ക്രിയേഷൻ, ഇറ്റ്സ് ആർട്ട്. ഇറ്റ്സ് എൻ ആർട്ട്. അതാ നമുക്ക് അതിനകത്ത് എൻജോയ് ചെയ്യണം. നമ്മൾ അതൊരു ബേർഡൻ പറയുന്നത് അത്രയും വലിയ ഒരു തായ്മയത്, മദർലിഹുഡ്. അത് രുചിയോടെ നമ്മൾ ഉണ്ടാക്കി ആയിട്ടു. പിന്നെ മലയാളത്തിലേക്ക് വന്നു, ഭയങ്കരമായിട്ട് ലൈവാണ് മലയാളത്തില്. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ മോഹൻലാൽ, മമ്മൂട്ടി. മമ്മൂട്ടി സാർ കൂടെ എനിക്ക് വലിയ ഒരു കമ്മിറ്റ്മെന്റ് இருக்கு லைஃப்ல. അതെന്താ? ஏன்னா பிக் பிங்கிற ஒரு ஃபிலிம் எனக்கு அத்தனையும் വലിയ ஸ்பேஸ் ആ സൂപ്പർ സ്റ്റാർ അന്ന് തന്നില്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ഇപ്പോൾ ഞാൻ ഇല്ല. മുത്തുമല കൊഞ്ചൽ ഒരു സാങ് എന്തിനാ എനിക്ക് തരണം ഒരു ന്യൂ ഫേസ്ക്ക്? നമുക്ക് പറയാം എന്തിനാ നീ വേണ്ട, കഴിഞ്ഞല്ലേ? നമുക്ക് வந்து ബിഗ് ബിയില് പറയും ഡെയിലി അവന് വരാൻ പറയാം. അപ്പൊ കാരാനിലെ പോയിട്ട് ഇരിക്കും, കഴിക്കും. മമ്മൂക്ക നോക്കിയാല് അതിലൊരു ചിന്ന പ്രാർത്ഥന ഉണ്ട് കേട്ടോ. മമ്മൂക്കക്ക് മാത്രം പക്ക ഓയിലില്ലാതെ ചിക്കൻ കഴിക്കും, അത് കഴിക്കും, ഇത് കഴിക്കും. എല്ലാം കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോ കണ്ടോ പാലയുടെ മെസ്സിൽ കണ്ടോന്ന് പറയും, എല്ലാം ഞാൻ വളർത്തിയതാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, വെരി സ്വീറ്റ് പേഴ്സൺ. വെരി സ്വീറ്റ് പേഴ്സൺ. ശരിക്കും മമ്മൂക്ക ഇൻഡസ്ട്രിയിൽ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബാല പറഞ്ഞില്ലേ, ആ ഒരു ക്യാരക്ടർ മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം, വേറെ ഒരു പേഴ്സൺ വരാം. പക്ഷെ ചില ആൾക്കാരോട് മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാ. അവര് ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്നും അവർക്ക് നല്ലൊരു സ്ഥാനം കിട്ടണം എന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാട്ടാ മമ്മൂക്ക. ഞാൻ ഒരു ഫിലിമേ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതേപോലെയാണ് മമ്മൂക്ക. ഈച്ച് ആൻഡ് എവറി പേഴ്സണെ ഭയങ്കര കെയറിങ് ആണ്. ആൾക്കെല്ലാവർക്കും കറക്റ്റായിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയല്ലേ. ഒരു വലിയേട്ടനാണ് കേട്ടോ നമ്മുടെ. ശരിക്കും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ മോഹൻലാൽ സാർ ലാലേട്ടനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് வந்து as far as நான் வந்து ரஜினிகாந்தோட அட்ரன் ஃபேன். தலைவர்னா எனக்கு அது வேற லெவல் எனக்கு. பட் இஃப் யூ ஆஸ்க் மீ தி பெஸ்ட் ஆக்டர், தி ப்ரௌட் மூமெண்ட்னா மோகன்லால். ஒரே வாக்கு தான். அடுத்த காலத்து இன்டர்வியூல வாட் யூ திங்க் அபவுட் மோகன்லால், ஒற்றை வாக்கு, லெஜெண்ட். ஹி cannot be reborn. സത്യം. മോഹൻലാൽ പോലെ ഇന്നൊരുത്തർ ഇനി ജനിക്കാൻ പറ്റില്ല. സ്റ്റാമ്പ് അടിച്ചു കൊടുക്കണേ. ശരിക്കും ലാലേട്ടൻ കഴിക്കുന്നത് പോലെ ഇരിക്കണം. കഴിക്കുന്നത് നിങ്ങൾ കാണണം. இந்த പ്ലേറ്റ് ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, പോകുമ്പോ അവസാനം അതേപോലെ ഇരിക്കും, ഫുൾ ക്ലീൻ ആയിരിക്കും. ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി എല്ലാം എടുത്ത് അന്ത മുള്ളെടുത്ത് ആടിയിട്ട് പാക്കുമ്പോഴേ നമുക്ക് കൊതി തോന്നും. സത്യം. ഇനി വിജയുടെ കൂടെ വർക്ക് ചെയ്തപ്പോ എന്തായിരുന്നു? വിജയ് കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. രജനി സാർ വർക്ക് ചെയ്തില്ല. അപ്പൊ അത് പറയൂ, ബിക്കോസ് യു ആർ എ കോ ഫാൻ ഓഫ് ഹിം. അതിലൊരു റിസ്കി ഷോട്ട് ഉണ്ടായിരുന്നു அந்த படத்துல. അവിടെയാണ് എനിക്ക് റൈറ്റ് കണ്ണിൽ ആക്സിഡന്റ് ആയി. ഐ ലോസ്റ്റ് മൈ വിഷൻ. ഒരു 3-4 months എനിക്ക് വിഷൻ ഉണ്ടായിരുന്നു. അയ്യോ. എത്ര അങ്ങ് പൂനെയിലാണ് ആക്സിഡന്റ് ഉണ്ട്.
14 hours கனெக்டட் ஃப்ளைட்ல நான் இங்கே வந்தது. ஆஃப்டர் 4 months பை காட்ஸ் கிரேஸ் எனக்கு அந்த ஷார்ட் எடுக்கணும் முன்பு ரஜினி சாருக்கு எனக்கு தெரியாது, இந்த ஃபைட்டருக்கு கொஞ்சம் பயம், வெரி ரிஸ்கி. அது என் பிரதர் என்ன தெரியும், இதுக்கு பாலா பண்ணிடுவான் எனக்கு தெரியும் என் பிரதருக்கு. அப்போ வந்து சைட்ல இருந்து ரஜினி சார் சொல்றாரு, இப்போ படத்துல டப்பிங்ல பார்க்குற வாய்ஸ் வேற, நேர்ல சம்சாரிக்கணும் வாய்ஸ் வேற. அப்போ சைட்ல இருந்துட்டு நான் அந்த கண்ணாடி இருந்தேன், இது ரிஸ்க் இல்லையா? ரிஸ்க்ல இல்லடா, நான் டானா இருக்கேன், நான் விசாரிச்சு பிரதர் ஃப்ரண்ட்ல இருக்கேன், நான் விசாரிச்சு ஃபைட் மாஸ்டர் இல்லை ஃபைட் அசிஸ்டன்ட்டோ, ரிஸ்க்லாம் இல்லை. பாலார்ஜில ரஜினி சார் இல்லை நீங்க இருந்தாலும் கொஞ்சம் பார்த்து பண்ணணும். நான் சொல்றேன் எனக்கு தேசத்துல சார் 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 சாரி சார் எனக்கு தெரியாது சார், நான் மிரர்ல கூட என்ன சிந்திச்சில்ல. அவரு ஸ்பாட்ல வந்தாலே ஒரு ரியல் லைன் வரணும் போல இருக்கு. Correct. Everyone says that. See, I too have faced எனக்கு liver transplant ஆச்சு. என்ன வேதனை, எவ்வளோ கஷ்டம், அதுக்கப்புறம் திருப்பி லைஃப்ல வந்து லைஃபை லீட் பண்றது, ஜெயிக்கணும்னு இல்லை அந்த ஆட்டிடியூட், இதெல்லாம் எனக்கு தெரியும். இந்த 1.5 years நான் போராடிக்கிட்டு இருக்கேன், இன்னும் போராடுவேன். ஐ வில் டூ இட். பட் அவருக்கு கிட்னி டிரான்ஸ்பிளான்ட் கழிஞ்சு வந்துட்டு எவ்வளவு படம் ஹிட், கரெக்ட், எவ்வளவு படம் ஹிட்ஸ், ஜெயிலர் மாதிரி எவ்வளவு ஹிட், திருப்பி 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 ஹிட் கொடுத்துட்டு. ரீசென்ட்லி வாஸ் அட்மிட்டட் இன் ஹாஸ்பிட்டல். அது ஒரு மழையில ஒரு சீன்ல அபிநயிச்சு பனி வந்ததானே. வாட் இஸ் இஸ் ஏஜ்? கரெக்ட், ஏஜ் மாத்திரம் இல்ல, he has seen death, மரணத்தை கண்ட ஒரு மனுஷன். സത്യം. He is still trying to entertain people. Correct. No more words to say. സത്യം. അദ്ദേഹത്തിന്റെ ചില ഈ പ്രസംഗം ഒക്കെ കേൾക്കുമ്പോൾ അല്ലേ, அதான் நான் சொல்லுறேன். லேட்டஸ்ட் ஒரு ஸ்பீச் நீங்க கட் பண்ணி வந்தா அமிர்தா டிவில பாருங்க. ரஜினி சார் പറയുന്നുണ്ട്, the only actor in India, the most realistic and the most legend is Mohanlal. അതെ. ബാല ഫിലിം ഡയറക്ട് ചെയ്തില്ലേ? I think ഹിറ്റ് ലിസ്റ്റ് അല്ല ചെയ്തിട്ടില്ലേ? അപ്പൊ ഇനി ചെയ്യുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പൊ ചെയ്യും. நெக்ஸ்ட் இயர்ல இருந்து என்னோட சினிமா டிராவல் will start ஜனவரில இருந்து. Okay. I'm right now busy First in Tamil or certain Malayalam? No, I have businesses. So அதெல்லாம் என்னோட கமிட்மெண்ட் எல்லாம் டிசம்பர்ல முடிஞ்சிடும். First movie Tamil or Malayalam? No, Telugu, I told you, too much. അതല്ലപ്പാ, ഇനി നെക്സ്റ്റ് ഡയറക്ഷൻ. அது പറയാം. പറ. മിക്കവാറും ബൈ ലാംഗ്വേജിൽ ആയിരിക്കും. ബൈ ലാംഗ്വേജ് ആയിരിക്കും. തമിഴ് ആൻഡ് മലയാളം ആയിരിക്കും. ഓക്കെ. ഇപ്പൊ രണ്ടുപേരെയും വിടത്തില്ല. இல்ல, நான் இன்னொரு நியூஸ் சொல்றேன். இப்ப கங்குங்கிற ஃபிலிம் இன் ஹிஸ்டரியில 3D ப்ரொஜெக்ஷன்ல மோர் தென் எத்தனையோ லாங்குவேஜஸ் ரெக்கார்ட் பிரேக். அந்த படத்தோட ப்ரொடியூசர் பேரு ஞானவேல் ராஜா, சூர்யா சாரோட கசின் பிரதர். அந்த படத்துக்கு முன்பு கமிட் ஆயது ஞானா டைரக்டர். ஓகே. ஐ வாஸ் த டைரக்டர். 1 year 1.5 years எனக்கு அவட ஆஃபீஸ் கிட்ட இருந்தோம். இந்த படம் ஸ்டார்ட் பண்ணும்போது விதி ஐ வாஸ் நாட் வெல். ஓகே. இனிப்போ ஃபுல் ஃப்ளெட்ஜ் ஆயிட்டு நெக்ஸ்ட் இயர். அது என்னோட ஒரு ட்ரீம் ப்ராஜெக்ட். அந்த ப்ராஜெக்டோட பேரு நான் வச்சிருக்கிறது நான் வீழ்வேன் என்று நினைத்தாயோ. Do you think I will fail? No, never. அதான் ரஜினிகாந்த் ஒரு படத்துல சொல்லுவாரு, நான் வீழ்வேன் என்று நினைத்தாயோ. இப்படிதான் சிரிப்பாரு, இந்த மாதிரிதான் சிரிப்பாரு பேட்டா படத்துல. ஓகே, நல்ல டைட்டில். கேப்ஷன் வந்து நான் இட்டிருக்கிறது என் இறுதி ஆயுதம் நான். அதோட மீனிங் என்னன்னா, I have lost my weapons, I have lost my friends, I have lost my குதிரை, யானை எல்லாம் வாரல, எல்லாமே போயிடுச்சு. என் இறுதி ஆயுதம் நான். The last weapon is me. I will turn myself into a weapon and I fight. I will not back out. അതെ, ബാലയുടെ ഉള്ളിലുള്ള ഒരു നല്ലൊരു ആക്ടർ, ഐ മീൻ ഇനി ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ. எனக்கு ஹிஸ்டாரிக் மூவியில் அபிநயிக்கணும் பயங்கர ஆഗ്രഹம். ஓகே. பிரேவ் ஹார்ட்னு ஒரு ஃபிலிம், மெல் கிப்சன் அப்படின்னு, எனக்கு ஒரு ஆக்டரான ஒரு பெரிய ഇൻസ്പിറേഷൻ. പക്ഷെ അത് നടക്കട്ടെ. ഇനിയിപ്പം നെക്സ്റ്റ് ഇയർ ബാലയുടെ ഡേയ്സാ വരാൻ പോകുന്നത്. അപ്പം പണ്ട് പൃഥ്വി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ബാല വിളിക്ക്. நான் எப்பவுமே ஒன்னே ஒன்று தான் சொல்லுவேன், படங்கள் பற்றி சொல்லுவேன், அட்வைஸ் வேணும் சொல்லுவேன். அப்போ மரிச்சு போய் எனக்கு ஜீவனே கொடுத்த தெய்வത്തിന് എനിക്ക് ഒരു നല്ല പടം കൊടുക്കാൻ അറിയത്തില്ലേ. 100%. He knows everything. നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? He will choose the time. நம்ம சைலண்ட் ஆகும். Correct. Until then we have to wait இல்ல, prepare. சும்மா வீட்ல சும்மா உட்கார கூடாது. We have to prepare ourselves.
mentally, physically strong. He knows, അല്ലേ? He will tell you when to cut the tree. അത് വരയ്ക്കും ആക്സ് ഷാർപ്പ് பண்ணிட்டு. ഓ, എന്താ നല്ല അഡ്വൈസ് ഒക്കെ തരുന്നത്. ഇതാണോ ബാല? അഡ്വൈസ് അല്ല, ഓഡിയൻസ് എന്ന അനുഭവത്തിൽ എൻ ലൈഫിൽ ഞാൻ பார்த்தது. പക്ഷേ ഇത് നല്ലത്. ഞാൻ ഇതിൽ നിന്ന് കുറെ സാധനങ്ങൾ ബുക്കിൽ വായിച്ചതല്ല, ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. ഓക്കെ, എനിവേ ഐ എം സോ ഹാപ്പി. ബാല ഇവിടെ വന്നാൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അഡ്വൈസാ കിട്ടിയത്. ആരാ അല്ലേ? ബട്ട് സോ ഹാപ്പി. ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഇവിടെ വന്നു, മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നിയില്ല ബാലനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുക എന്നുള്ളത്. ബിക്കോസ് യു ആർ സോ ഓപ്പൺ, നോ ഫോർമാലിറ്റീസ്, നത്തിങ്. എനിവേ ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് താങ്ക് യു വെരി മച്ച്. And I have to thank Amrita TV, not only Amrita TV. ദൈവം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കൊടുത്തിരിക്കും. അതെന്നത്തിനാ? ഞാൻ ഇറങ്ങുമ്പോ എവിടെ പോകുന്നു പറഞ്ഞ ആനീസ് കിച്ചൺ. ഇപ്പൊ ഇന്ന് രാത്രി വരുവാനില്ലല്ലോ 2 ദിവസം. ഇവിടുത്തെ മലയാളികളുടെ ഓരോരോ വീട്ടിനകത്തും നിങ്ങളുണ്ട്. ഉங்க കിച്ചൺ இருக்கு, அவங்க வீட்டுல இருக்க உங்க கிச்சன். ஐயோ, அந்த மாதிரி பாக்கியமல்ல இந்த ப்ரோഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. എനിവേ ബാലയുടെ വിശേഷങ്ങൾ എല്ലാം നമ്മൾ അറിഞ്ഞു. ഐ എം സോ ഹാപ്പി. ഇനി വരാൻ പോകുന്ന ഡേയ്സ് എല്ലാം ബാലയുടെ ഡേയ്സ് ആയി മാറട്ടെ. ഡ്രീം പ്രോജക്ട്സ് ഒക്കെ ബാലയുടെ കയ്യിൽ ഒരുപാടുണ്ട്. നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇനി ബാല തേടി വരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ പിച്ചാത്തി മൂർച്ചയാക്കുന്ന പോലെ ഹീസ് പ്രിപ്പയറിംഗ് ഹിംസെൽഫ്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.